പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റും സംസ്ഥാന കമ്മിറ്റിയും ചേർന്ന് കഴിഞ്ഞ 5 സംസ്ഥാനങ്ങളിൽ നടന്ന തിരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട സെൻട്രൽ കമ്മിറ്റിയുടെ റിവ്യൂ റിപ്പോർട്ടും കേരളത്തിൻ്റെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ സംബന്ധിച്ചുള്ള റിപ്പോർട്ടും പാർട്ടി മെമ്പർഷിപ്പ് സ്ക്രൂട്ടിനി സംബന്ധിച്ചുള്ള പരിശോധനയും സഖാവ് MA ബേബി പാർട്ടി ജനറൽ സെക്രട്ടറി ഉൾപ്പെടെ സഖാവ് പിണറായി വിജയൻ, സഖാവ് A വിജയരാഘവൻ തുടങ്ങിയ PB അംഗങ്ങൾ കൂടി പങ്കെടുത്ത് ചേരുകയുണ്ടായി. സഖാവ് CS സുജാതയുടെ അധ്യക്ഷതയിലാണ് യോഗം ചേർന്നത്. നേരത്തെ വിശദീകരിച്ചതുപോലെ സംസ്ഥാന കമ്മിറ്റിയുടെ വിപുലീകൃത യോഗം സെപ്റ്റംബർ 13, 14, 15 തീയതികളിലായി കോഴിക്കോട് വെച്ച് നടത്തുന്നതിന് പാർട്ടി സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചു. കേരളത്തിലെ പാർട്ടി മേലെ മുതൽ താഴെ വരെ പാർട്ടി സംഘടന എന്ന നിലയിലും പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവരും അല്ലാത്തവരുമായ കേരളീയരായ 10,000-കണക്കിന് ആളുകളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം പാർട്ടിയുടെ മുമ്പിൽ ഉയർന്ന് വന്നു കഴിഞ്ഞിട്ടുള്ളത് പരിശോധിച്ച് റിവ്യൂ റിപ്പോർട്ട് താഴെത്തലം വരെ അവതരിപ്പിച്ച് സ്വാംശീകരിക്കാവുന്ന എല്ലാ കാര്യങ്ങളും ചേർത്ത് ഇനി അങ്ങോട്ട് പാർട്ടിയെ നയിക്കാൻ അടിമുടി ആവശ്യമായ മാറ്റം സംഘടനാപരവും പ്രത്യയശാസ്ത്രപരമായ മേഖലയിൽ ഉൾപ്പെടെ വളരെ ഫലപ്രദമായ നിലയിലുള്ള ഒരു ഇടപെടൽ നടത്താനാണ് ഈ വിപുലീകൃത സംസ്ഥാന കമ്മിറ്റി കൊണ്ട് പാർട്ടി ഉദ്ദേശിക്കുന്നത്. പാർട്ടിയെ ശക്തിപ്പെടുത്തി പാർട്ടിയുടെ എല്ലാ തലങ്ങളിലുമുള്ള പാർട്ടി ഇടപെടൽ ശക്തിപ്പെടുത്താനും വിപുലീകരിക്കാനും ഊർജ്ജസ്വലമായി മുന്നോട്ടേക്ക് നയിക്കാനും സാധിക്കുന്ന ഒരു പുതുക്കി പണിയുന്ന രീതി ഈ വിപുലീകൃത സംസ്ഥാന കമ്മിറ്റി യോഗത്തിലൂടെ പാർട്ടി ലക്ഷ്യമിടുകയാണ്. പാർട്ടിയുടെ സർവതല സ്പർശിയായ മേഖലയിൽ ഇടപെട്ട് ജനങ്ങളുമായിട്ടുള്ള ബന്ധം ശക്തിപ്പെടുത്തി അതിവേഗം പാർട്ടിക്ക് കേരളത്തിൽ ശക്തിയായ മുന്നേറ്റം സൃഷ്ടിക്കാനാവുന്ന തരത്തിലുള്ള ബഹുജന സംഘടനകളുടെയും വർഗസംഘടനകളുടെയും എല്ലാ തരത്തിലുള്ള പാർട്ടി പ്രവർത്തനവും ശക്തിപ്പെടുത്താൻ ഈ വിപുലീകൃത സംസ്ഥാന കമ്മിറ്റിയിലൂടെ സാധിക്കും എന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത്. അത്തരത്തിലുള്ള വളരെ ഗൗരവമുള്ള ഒരു സംഘടനാ പരിശോധനയും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രപരമായ ഉള്ളടക്കത്തെ പാർട്ടിയിലുടനീളം ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനവും ഇതിൻ്റെ കൂടെ പാർട്ടി സംഘടിപ്പിക്കും. ഇന്ത്യയുടെ ഇന്നത്തെ സാഹചര്യം സംഘപരിവാർ ശക്തികൾക്ക് ഞെട്ടലുണ്ടാക്കുന്ന ഒന്നാണ് എന്നെല്ലാവർക്കും അറിയാം. രാജ്യത്തെ കുത്തഴിഞ്ഞ വിദ്യാഭ്യാസ സമ്പ്രദായത്തിനെതിരെ ഡൽഹി ജന്തർ മന്ദിറിൽ CJPയുടെ ആഭിമുഖ്യത്തിൽ ആരംഭിച്ച
വിദ്യാർത്ഥികളും യുവാക്കളും നടത്തിക്കൊണ്ടിരിക്കുന്ന സമരം ചരിത്രത്തിൻ്റെ താളുകളിൽ ഇപ്പോൾ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുകയാണ്. ആ സമരത്തെ അടിച്ചമർത്താനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ എല്ലാ ശ്രമങ്ങളെയും അതിജീവിച്ചാണ് പുതിയ തലമുറ സമരം തുടരുന്നത്. പുതിയ തലമുറയെ പറ്റിയുള്ള നമ്മുടെ ധാരണ ഒരു വലതുപക്ഷവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു പൊതുബോധം, അവർ രാഷ്ട്രീയമുള്ളവരല്ല, അവർ അരാഷ്ട്രീയവാദികളാണ്, അവർ ഈ രാഷ്ട്രീയം ശ്രദ്ധിക്കുന്നില്ല എന്നുള്ള ആരോപണമായിരുന്നു പൊതുവെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഉൾപ്പെടെ പലരും മുന്നോട്ടേക്ക് വെച്ചത് ഈ വലതുപക്ഷവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട്. എന്നാൽ അതല്ല, എത്ര ശക്തമത്തായ അടിച്ചമർത്തലുകൾ ഉണ്ടായാലും അവർ മുന്നോട്ടേക്ക് വെച്ച രാഷ്ട്രീയ മുദ്രാവാക്യം തന്നെ, അതുമായി ഞങ്ങൾ മുന്നോട്ടേക്ക് പോകുമെന്ന് പ്രായപൂർത്തിയാവാത്ത വിദ്യാർത്ഥികളും വിദ്യാർത്ഥിനികളും അവരോടൊപ്പം ചേർന്ന യുവാക്കളും സജീവമായിട്ട് മുന്നോട്ടേക്ക് വരുന്നൊരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. രാജ്യത്തെമ്പാടും വലിയ രീതിയിലുള്ള പ്രതിഷേധം ഈ കുട്ടികൾക്ക് നേരെ, യുവാക്കൾക്ക് നേരെ നടന്ന കടന്നാക്രമത്തിൻ്റെ ഭാഗമായിട്ട് ഉണ്ടായിട്ടുണ്ട്. നമുക്കറിയാം, നീറ്റ് പരീക്ഷ വലിയ രീതിയിലുള്ള കൃത്രിമം നടത്തി പരീക്ഷ തന്നെ റദ്ദാക്കേണ്ടി വന്ന സന്ദർഭത്തിൽ സമ്മർദ്ദം സഹിക്കാതെ 20ലധികം കുട്ടികളാണ് കേരളത്തിലുൾപ്പെടെ ആത്മഹത്യ ചെയ്തത്. അതിനിടയാക്കിയ വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്ന മുദ്രാവാക്യമാണ് ഈ വിദ്യാർത്ഥികളും യുവാക്കളുമെല്ലാം മുന്നോട്ടേക്ക് വെക്കുന്നത്. അതിനെ കേട്ടുകേൾവിയില്ലാത്ത രീതിയിൽ, സമീപകാലത്തൊന്നും ഡൽഹി കാണാത്ത രീതിയിലുള്ള പട്ടാളത്തെയും സായുധ സൈന്യത്തെയും വിഭാഗങ്ങളെയും അർദ്ധസൈനിക വിഭാഗത്തെയും എല്ലാം യോജിപ്പിച്ച് അണിനിരത്തിക്കൊണ്ടാണ് നരനായാട്ട് കേന്ദ്ര സർക്കാർ സംഘപരിവാർ വിഭാഗം നടത്തിയിട്ടുള്ളത്. യഥാർത്ഥത്തിൽ കുട്ടികൾക്ക് നേരെ നടന്ന ഈ ശക്തിയായിട്ടുള്ള കടന്നാക്രമം ഇന്ത്യൻ ജനാധിപത്യ മനസ്സിനെ എത്രത്തോളം സ്വാധീനിച്ചു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് സമരമുഖത്ത് വന്ന ഈ കുട്ടികളും യുവാക്കളും സഹിച്ച ത്യാഗത്തെ സംബന്ധിച്ചുള്ള ഇന്ത്യയിലെ സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തു നിന്ന് വന്ന ഓരോരുത്തരുടെയും പ്രതികരണങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പെൺകുട്ടികൾ ഉൾപ്പെടെ സമരമുഖത്തുള്ള നിരവധി ആളുകൾക്ക് നേരെ കടന്നാക്രമണം നടന്നു. ഒരു കുട്ടി ഇപ്പോഴും ആശുപത്രിയിൽ വെന്റിലേറ്ററിൽ കിടക്കുകയാണ്. 21 വയസ്സ് പ്രായമുള്ള ഒരു പെൺകുട്ടി. പോലീസ് അതിക്രമത്തിനെതിരായി സാംസ്കാരിക പ്രവർത്തകരും ചലച്ചിത്ര പ്രവർത്തകരും എല്ലാം ശക്തിയായിട്ട് പ്രതികരിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. കേരളത്തിലെ ഏറ്റവും പ്രമുഖരായ മമ്മൂട്ടി, മഞ്ജു വാര്യർ, ദുൽഖർ സൽമാൻ, വിസ്മയ മോഹൻലാൽ, ടോവിനോ തോമസ്, ആസിഫ് അലി, ജോജു ജോർജ്, ഭാവന, കുഞ്ചാക്കോ ബോവൻ, ഇന്ദ്രജിത്ത് തുടങ്ങി സാംസ്കാരിക രംഗത്ത് അറിയപ്പെടുന്ന ആളുകൾ പ്രതിഷേധവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. ഇന്ത്യയുടെ നാനാഭാഗത്തു നിന്നും എല്ലാ മേഖലയിലുമുള്ള വിവിധ തലത്തിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച പ്രഗത്ഭ വ്യക്തികൾ സമരവുമായി ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്ന ഒരു പുതിയ രീതിയാണ് നമ്മൾ ഇന്ത്യയിൽ കാണുന്നത്. സോനം വാങ്ചുക്കിൻ്റെ നിരാഹാരം ഇപ്പോൾ അവസാനിപ്പിച്ചിരിക്കുകയാണ്.
ഇത്തരം പ്രതിഷേധവുമായിട്ട് വരുന്ന സാംസ്കാരിക പ്രവർത്തകർക്കും അതുപോലെ തന്നെ വിവിധ തലങ്ങളിൽ പ്രവർത്തിക്കുന്ന വ്യക്തിത്വത്തിനുമെതിരായി സംഘപരിവാർ വിഭാഗം രംഗത്ത് വന്നു കഴിഞ്ഞിട്ടുണ്ട്. കേരളത്തിലും ചിലർക്കെതിരായി അവരുടെ വീടുകളിലേക്ക് പ്രകടനം നടത്തുന്ന സാഹചര്യം നമ്മൾ കണ്ടിട്ടുണ്ട്. തൃശ്ശൂരൊക്കെ ജനങ്ങൾക്കൊപ്പം അണിനിരക്കുന്ന പ്രതിബദ്ധത കാണിക്കുന്ന ആളുകൾക്കെതിരായിട്ട്, ഈ പ്രശസ്ത വ്യക്തികൾക്കെതിരായി സംഘപരിവാർ നടത്തുന്ന ഭീഷണിയെ, അവ നടത്തിക്കൊണ്ടിരിക്കുന്ന അക്രമങ്ങളെ ഫലപ്രദമായി പ്രതിരോധിക്കുന്നതിന് കേരളത്തിന് സാധിക്കും. ആ പ്രതിരോധം കേരളത്തിൽ ശക്തിയായിട്ട് രൂപപ്പെടുത്തി മുന്നോട്ടേക്ക് കൊണ്ടുപോവുക എന്നുള്ളത് തന്നെയാണ് സ്വാഭാവികമായിട്ടും ഉദ്ദേശിക്കുന്നത്. രാജ്യത്തെമ്പാടും നടക്കുന്ന ഇത്തരം പ്രവർത്തനങ്ങളെ CPIM സംസ്ഥാന കമ്മിറ്റി അഭിവാദ്യം ചെയ്യുകയാണ്. അവരോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് വിവിധ രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾക്ക് പിന്തുണ നൽകാൻ CPIM തീരുമാനിക്കുകയും ചെയ്തിരിക്കുകയാണ്. വളരെ വിചിത്രമായ മറ്റൊരു സംഭവം, VD സതീശൻ ഈ സമരത്തിൻ്റെ ഒപ്പം അവസാനമാണ്. ആദ്യമൊന്നും കോൺഗ്രസ് ഒരു ശക്തിയായ നിലപാട് സ്വീകരിച്ചില്ല എന്ന് മാത്രമല്ല, ഈ സമരം BJPയുമായിട്ടുള്ള ഒരൊത്തു ചേർന്നുള്ള ഒന്നാണ് എന്ന് പരസ്യമായി പറയുകയും ചെയ്തിട്ടുള്ളതാണെങ്കിലും അവസാന ഘട്ടം അവർക്ക് ഡൽഹിയിൽ നടന്ന ഈ വിദ്യാർത്ഥി വേട്ട, യുവജന വേട്ടയോടെ നിൽക്കക്കള്ളിയില്ലാതൊരു സാഹചര്യം വന്നപ്പോഴാണ് അവരും രംഗത്തിറങ്ങിയിട്ടുള്ളത്. നല്ലത് തന്നെയാണ്. ഇപ്പോഴിന്ത്യ കൂട്ടുകെട്ടെല്ലാം ഒറ്റക്കെട്ടായിട്ട് പാർലമെൻറ്റ് അംഗങ്ങൾ ഇന്നലെ ഗാന്ധി സ്മൃതി മണ്ഡപത്തിൽ മാർച്ചായിട്ട് പോയി പ്രതിജ്ഞ ചെയ്യുന്ന കാര്യം നമ്മൾ കണ്ടു. നല്ലത് തന്നെയാണ്. പക്ഷെ വിചിത്രമായ കാര്യം, VD സതീശൻ രാഹുൽ ഗാന്ധിയോടൊപ്പം ആദ്യത്തെ തന്നെ ദിവസത്തെ പരിപാടിയിൽ പങ്കെടുത്ത് മടങ്ങി കേരളത്തിലെത്തിയപ്പോൾ കേന്ദ്രം സ്വീകരിക്കുന്ന അതേ നിലപാട് ഇവിടെയും നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ള നടത്തുന്ന ശ്രമം ഒരിക്കലും കേരളം അംഗീകരിക്കുന്നതല്ല എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഡൽഹിയിൽ നടക്കുന്ന വിദ്യാർത്ഥി യുവജന പ്രക്ഷോഭത്തിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് കേരളത്തിലെ ഏറ്റവും പ്രമുഖനായ ഗായകൻ വേടൻ, റാപ്പർ ഗായകനാണ്, നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് വേടനെ. വേടൻ്റെ നേതൃത്വത്തിൽ കൊച്ചിയിൽ നടത്തിയ പ്രതിഷേധ പരിപാടിക്കെതിരെ ഇപ്പോൾ കേസെടുത്തിരിക്കുകയാണ്. സ്വാഭാവികമായും കേന്ദ്രത്തിൽ കോൺഗ്രസ് നേതാവിൻ്റെ ഒപ്പം നിന്ന് സമരം നടത്തുക, നടപടികൾ ആരംഭിക്കുന്നതിന് മുമ്പ് പിന്മാറിയിട്ടുണ്ടെങ്കിലും അദ്ദേഹം ആ സമരത്തിൽ പങ്കാളി തന്നെയാണ്. പക്ഷെ ഇവിടെ വന്ന് വേടൻ മാത്രമല്ല, അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കേരളത്തിന് തന്നെ ഫുട്ബോൾ മേഖലയിൽ ശ്രദ്ധേയനായ CK വിനീത്, അതുപോലെ തന്നെ ഗായകൻ അലോഷി, എഴുത്തുകാരി നവമി, വേടൻ്റെ ഭാര്യയാണ്, തുടങ്ങിയവർക്കെല്ലാം എതിരായി ഇപ്പോഴും കേസ് എടുത്തിരിക്കുകയാണ്. ഇത്തരത്തിൽ സാംസ്കാരിക കേരളത്തിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായ ആളുകളുടെ ഞാൻ നേരത്തെ പറഞ്ഞ പ്രതികരണത്തോടൊപ്പം പ്രായോഗികമായിട്ട് പ്രക്ഷോഭകാരികൾക്ക് പിന്തുണ പ്രഖ്യാപിച്ച് പാട്ടുപാടിയതിൻ്റെ പേരിൽ നടപടി സ്വീകരിക്കുന്ന നിലപാടിൽ നിന്ന് സർക്കാർ പിന്തിരിയണം എന്ന് തന്നെയാണ് അത് സംബന്ധിച്ച് പറയാനുള്ളത്. രാഷ്ട്രീയ വിലയിരുത്തൽ കഴിഞ്ഞ 2 മാസക്കാലം UDF അധികാരത്തിൽ വന്ന് അതിനുശേഷമുള്ള 2 മാസക്കാലം പൊതുവായിട്ട് വിലയിരുത്തിയാൽ
കേരളത്തിൻ്റെ മതനിരപേക്ഷ പാരമ്പര്യത്തെ തകർക്കുന്ന വിധം BJPയുടെ നയങ്ങളുമായി UDF സർക്കാർ മുമ്പോട്ടേക്ക് പോകുന്ന ചിത്രമാണ് കാണാൻ സാധിക്കുന്നത്. BJPയുമായുള്ള UDFൻ്റെ ബന്ധം അസംബ്ലി തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് 30 മണ്ഡലങ്ങളിൽ BJP വോട്ടുകൾ UDFന് അനുകൂലമായിട്ട് നൽകിയതിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ് അവർക്ക് ഈ വിജയമുണ്ടാക്കാനായത് എന്ന് ഞങ്ങൾ തന്നെ നേരത്തെ ചൂണ്ടിക്കാണിച്ചതാണ്. അതിപ്പോഴും ആ ബന്ധം തുടരുകയാണ്. വർഗീയ ധ്രുവീകരണത്തിന് കഴിഞ്ഞ 10 വർഷക്കാലം ഇടം നൽകാത്ത LDFൻ്റെ ഭരണകാലം എല്ലാവർക്കും ഓർമ്മയുണ്ട്. എന്നാൽ വർഗീയ ധ്രുവീകരണത്തിലേക്ക് കേരളത്തെ നീക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് BJPയും അതിൻ്റെ ഒപ്പം തന്നെ മിക്കവാറും ചേർന്നുകൊണ്ട് UDFും നടത്തിക്കൊണ്ടിരിക്കുന്നത്. വർഗീയ സംഘർഷങ്ങൾ UDFൻ്റെ കാലത്ത് എല്ലാ കാലത്തും നമ്മൾ കണ്ടിട്ടുള്ളത് തന്നെയാണ്. അപ്പോൾ ഇത്തരത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന BJPയുടെയും UDFൻ്റെയും മുദ്രാവാക്യങ്ങളും കാഴ്ചപ്പാടുകളും ഒരേ രീതിയിൽ സ്വരൂപിച്ച് മുമ്പോട്ടേക്ക് പോകുന്ന കാവ്യവൽക്കരണ നടപടികളെ നമുക്ക് എതിർക്കാതിരിക്കാൻ സാധിക്കുന്നതല്ല. ഒരുപാട് കാര്യങ്ങൾ നേരത്തെ ചൂണ്ടിക്കാണിച്ചതാണ്, അതുകൊണ്ട് ഞാൻ ആവർത്തിക്കുന്നില്ല. ഇപ്പോഴും ഏറ്റവും അവസാനം വഖഫ് ബോർഡ് വിഷയത്തിൽ അവരെടുത്ത നിലപാട് കോൺഗ്രസിൻ്റെയും BJPയുടെയും നിലപാട് ഒന്നു തന്നെയാണ്. സംസ്ഥാന വഖഫ് ബോർഡിൻ്റെ കാര്യത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ നയങ്ങൾക്ക് കീഴടങ്ങുന്ന സമീപനം VD സതീശനും മുസ്ലിം ലീഗും അവരുടെ സർക്കാർ ഇപ്പോൾ സ്വീകരിക്കുകയാണ്. വഖഫ് ബോർഡിൽ 2 അമുസ്ലിങ്ങളെ നിയമിക്കുക എന്നത് കേന്ദ്രത്തിൻ്റെ നിലപാടായിരുന്നു. അത് വർഗീയ ധ്രുവീകരണത്തിൻ്റെ ഭാഗം തന്നെയുള്ള അജണ്ടയാണ്. ഇതിനെതിരായിട്ട് കേരളത്തിൽ നിയമസഭ പ്രമേയം പാസാക്കി ഏകണ്ഠായിട്ട് വഖഫ് ബോർഡിലേക്ക് 2 മുസ്ലിങ്ങളെ അതിൻ്റെ ഡയറക്ടർമാരായി നിയമിക്കാൻ പാടില്ല എന്ന കാര്യം വെച്ചുകൊണ്ടാണ്. അത്തരത്തിലുള്ള കേന്ദ്ര നിയമത്തിനെതിരായി കേരളം സുപ്രീം കോടതിയിൽ കേസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഹർജി ഇപ്പോഴും സുപ്രീം കോടതി പരിഗണിച്ച് തീർപ്പാകുന്നതിന് മുമ്പ് മുഖ്യമന്ത്രി സാധാരണ പറയുന്ന രീതിയിലുള്ള കള്ളം ഇതുമായിട്ട് ബന്ധപ്പെട്ടും വിശദീകരിക്കുകയുണ്ടായി. ഹർജി സുപ്രീം കോടതി തള്ളി എന്നാണ് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം പത്രസമ്മേളനം വിളിച്ചിട്ട് പറഞ്ഞത്. സത്യം പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, ആ കേസിൻ്റെ വിധി വന്നു കഴിഞ്ഞിട്ടില്ല. കോടതിയിൽ ആ കേസ് നിലനിൽക്കുകയാണ്. ഇങ്ങനെ നിലനിൽക്കുമ്പോഴാണ് മുഖ്യമന്ത്രി വീണ്ടും പറയുന്നത്, അതുകൊണ്ട് വഖഫ് നിയമവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഈ 2 അമുസ്ലിങ്ങളെ മെമ്പറായി കൊണ്ടുവരേണ്ടത് ബാധ്യതയായി വന്നിരിക്കുന്നു എന്നാണ്. യഥാർത്ഥത്തിൽ കേസിൻ്റെ വിധി വരുന്നതിന് മുമ്പ് എന്താണോ സംഘപരിവാർ ആഗ്രഹിക്കുന്നത് അത് നടപ്പിലാക്കുന്നതിന് വേണ്ടിയുള്ള വ്യഗ്രതയാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. വളരെ വ്യക്തതയോടുകൂടി ഇതിൻ്റെ വിശദാംശങ്ങൾ പ്രതിപക്ഷ നേതാവും അതുപോലെ തന്നെ കഴിഞ്ഞ മന്ത്രിസഭയിൽ നിയമം കൈകാര്യം ചെയ്ത മന്ത്രിയും വ്യക്തതയോടുകൂടി ഈ കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. ഇതിനകം തന്നെ തീരാത കേസ് തീർന്നു എന്ന് പ്രചരിപ്പിച്ച് അമുസ്ലിങ്ങളെ വഖഫ് ബോർഡിൽ തിരികെ കയറ്റാനുള്ള സംഘപരിവാർ നിർദ്ദേശം, കാരണം ഈ കേസ് കൊടുത്തത് BJPയുടെ വൈസ് പ്രസിഡന്റാണ്.